ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷോഡശകാല സമയം. നമുക്കെല്ലാവർക്കും അറിയാം, പൗർണമി തിഥി കഴിഞ്ഞു വരുന്ന, അതുപോലെ തന്നെ അമാവാസ തിഥി കഴിഞ്ഞു വരുന്ന 1 മണിക്കൂറിന് മുന്നേയും ഈ തിഥികൾ കഴിഞ്ഞ് പ്രഥമ തിഥി തുടങ്ങുമ്പോൾ വരുന്ന 1 മണിക്കൂറിനെയുമാണ് ഷോഡശകാല സമയം എന്ന് പറയുന്നത്. പണ്ട് ഋഷിമാരും മഹർഷിമാരുമെല്ലാം തന്നെ അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള സൂക്ഷ്മ രഹസ്യ വഴിപാട് ചെയ്തിരുന്ന ഒരു സമയമാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത്. എല്ലാ അമാവാസയും പൗർണമിയും കഴിയുമ്പോഴെല്ലാം ഈ ഷോഡശകാലം വരുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഇത് രാത്രിയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പുലർച്ചെ സമയത്തായിരിക്കും വരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഇത് കൃത്യമായിട്ട് ഉച്ച സമയത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഉച്ച സമയത്ത് വരുന്നത് എന്നാൽ, ഇന്നലെ ഉച്ച സമയത്ത് തുടങ്ങിയ പൗർണമി തിഥി ഇന്ന് 2:26 കൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൗർണമി തിഥി ശനിയാഴ്ചയല്ലേ എന്ന്. ഏത് തിഥികളാണെങ്കിലും സൂര്യ അസ്തമ സമയത്ത് ഏത് തിഥിയാണോ കൂടുതലായി നിലനിൽക്കുന്നത് ആ ഒരു ദിവസത്തിലാണ് ആ തിഥി ആഘോഷിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നലെയാണ് നമുക്ക് പൗർണമി തിഥി ആഘോഷിക്കപ്പെടേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇന്ന് പൗർണമി തിഥി ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. നമുക്ക് ഇന്ന് ഉച്ച സമയം വരെ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇന്നും പൗർണമി വഴിപാട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് പൗർണമി വഴിപാട് ചെയ്യാൻ സാധിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമുക്ക് ഈ ഷോഡശകാല സമയം ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കാണുവാനായിട്ട് പോകുന്നത്. മാർവാടികൾ നമുക്കെല്ലാവർക്കും അറിയാം. അവർ പല നാടുകളിൽ നിന്നും വന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ തൊഴിൽ തുടങ്ങുവാനായിട്ട് ആരംഭിക്കുകയും ആ തൊഴിലിലൂടെ അവർ നമ്മുടെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളെയും വാങ്ങിയെടുക്കുവാനും അവർ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. 10 രൂപ ഉണ്ടാക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരങ്ങനെയല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ന് കോടീശ്വരനായി ജീവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ഈ ഷോഡശകാല സമയമാണ്. അത് രാത്രിയാണെങ്കിലും ശരി, ഏതൊരു സന്ദർഭങ്ങളിലാണെങ്കിലും അവർ ഈ ഒരു സമയത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. മാത്രമല്ല, തനിച്ച് ഒരിക്കലും അവർ അവരുടെ വീടുകളിലെ ഇതുപോലുള്ള വിശേഷ പൂജകൾ ചെയ്യാറില്ല. അവർ കുടുംബത്തോടുകൂടി ഇരുന്നു കൊണ്ടാണ് ഇതുപോലുള്ള വിശേഷ പൂജകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓരോ മുഹൂർത്തങ്ങളും സമയങ്ങളും എല്ലാം തന്നെ അവർ നോക്കിയും കണ്ടും ചെയ്യുന്നത് കാരണം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ചയിലേക്ക് എത്തുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നതാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത്. ഇത് 2 മണിക്കൂറാണ് വരുന്നത്. പക്ഷേ ഈ 2 മണിക്കൂറിൽ വെറും 5 സെക്കൻഡ് മാത്രമേ നമുക്ക് ഈ ഷോഡശകാല സമയം വരുന്നുള്ളൂ. ആ ഒരു സമയം നമുക്ക് ആരെ കൊണ്ടും ഗണിച്ചെടുക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഈ 2 മണിക്കൂറും നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു ഉത്തരം കൂടി ഞാനിവിടെ പറയാം. നമ്മൾ ഏത് പ്രാർത്ഥനയാണോ, അതായത് ഏതെങ്കിലും ഒരൊറ്റ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു ദീപം മാത്രം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ തെളിയിച്ചു വെച്ച് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരമോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഈ 2 മണിക്കൂറും പക്ഷേ നിങ്ങൾ ഒരു കാര്യം, ഞാനിവിടെ പറയുന്ന ഈ ഒരു മന്ത്രം മനസ്സിലെങ്കിലും ജപിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇന്ന് 1:26 മുതൽക്ക്, അതായത് ഇന്ന് ഉച്ച സമയത്ത് 1:26 മുതൽക്ക് 3:26 വരെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നവധാന്യങ്ങൾ, ഒരു പാത്രത്തിൽ നവധാന്യങ്ങൾ വയ്ക്കുക. അതിന് നടുവിൽ ഒരു വിളക്ക് വെച്ച് അതിൽ നെയ്യോ പഞ്ഞുതിരിയോ ഇട്ട് ദീപം തെളിയിക്കുക. ഇനി അഥവാ നവധാന്യങ്ങൾ ഞങ്ങൾക്ക് ഇല്ല, പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി വാങ്ങിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. പച്ചരി ഒരു തട്ടിൽ നിരത്തിയിട്ട് അതിന് മുകളിൽ മഞ്ഞളും കുങ്കുമവും വെച്ച് അതിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് ആ മൺവിളക്കിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയോ നൂൽത്തിരിയോ ഇട്ട് നമുക്ക് ദീപം തെളിയിക്കാം. നമ്മുടെ പൂജാമുറിയിൽ തെളിയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദീപമാണ് ഇത്. ഈ ഒരു ദീപം എന്ന് പറയുന്നത് 2 മണിക്കൂറും
തെളിഞ്ഞ് കത്തുവാനായിട്ടുള്ള എണ്ണയും നെയ്യും നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ദീപം തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു പ്രാർത്ഥനയാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ പ്രാർത്ഥന നിറവേറി കിട്ടുവാൻ വേണ്ടി ആയിരിക്കണം, ആ പ്രാർത്ഥന മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ദീപം തെളിയിക്കുക. ഇങ്ങനെ തെളിയിച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്രയും അവിടെ ഇരുന്ന് മന്ത്രജപങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളുടെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ആ ചൊല്ലേണ്ട മന്ത്രം ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ പണക്കഷ്ടം മാറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാം. ഓം റീം വശി വശി ധനം പണം ദിനം ദിനം. വീണ്ടും പറയാം. ഓം റീം വശി വശി ധനം പണം ദിനം ദിനം. ഇത് പണത്തെ വശം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഇന്ന് ചൊല്ലേണ്ട ഒരു മന്ത്രം. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആ ദീപത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് നമുക്കിത് ജപിക്കാം. ഇനി അഥവാ നമുക്ക് ദീപം തെളിയിക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ജോലി തിരക്കാണ്, ജോലികളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് ദീപം തെളിയിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിലും സാരമില്ല. ഈ 2 മണിക്കൂറും നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ മനസ്സിലെങ്കിലും ഈ ഒരു മന്ത്രം ഉച്ചരിച്ചു കൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരാഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ മന്ത്രം തുടർച്ചയായിട്ട് ഉച്ചരിക്കാം. എത്ര തിരക്കുകളാണെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നതിൽ നമുക്ക് മനസ്സിൽ ചൊല്ലുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇത് ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു മന്ത്രം കൂടി പറയാം. സകലവും വശി സർവവും വശി സകലരും വശി. അതായത് ഈ ലോകം മുഴുവൻ നമ്മളിലേക്ക് വശ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒന്നാണിത്. സകലവും വശി സർവവും വശി സകലരും വശി. ഈ ഒരു മന്ത്രം നമുക്ക് ഈ 2 മണിക്കൂറിൽ നമുക്ക് ജപിച്ചു കൊണ്ടിരിക്കാവുന്നതാണ്. പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാൻ സാധിച്ചാൽ വളരെ ഉത്തമം. ഇനി അതിനെ സാധിക്കാത്തവരുണ്ടെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കാവുന്നതാണ്. മാത്രമല്ല, ഇന്ന് 21 വർഷത്തിനു ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഷോഡശകാലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും വരുന്ന ഒന്നല്ല. എല്ലാ മാസത്തിലും ഷോഡശകാലം വരുന്നുണ്ട്. പക്ഷേ വരലക്ഷ്മി നോൻപ് കഴിഞ്ഞ് വരുന്ന ഈ ഷോഡശകാലം, ഹയഗ്രീവ ജയന്തിയായിട്ട് ആചരിക്കുന്ന ഈ ഷോഡശകാലം എല്ലാം തന്നെ നമുക്ക് വളരെ അത്ഭുതകരമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഇനി വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവർ ആ മൺവിളക്ക് 2 മണിക്കൂറിന് ശേഷം പതുക്കെ നമ്മളതിനെ മാറ്റി വെച്ച് അതിനടിയിൽ വെച്ചിരിക്കുന്ന ആ നവധാന്യങ്ങൾ നമ്മൾ കൈകളിൽ പിടിച്ച് നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗത്തും എല്ലാ മുറികളിലേക്കും കൊണ്ടുപോയി നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ 1 or 2 ആ നവധാന്യങ്ങൾ 2 മണികളെടുത്ത് നമുക്ക് വീടിൻ്റെ ഓരോ മുക്കിലും ഇടാവുന്നതാണ്. ബാക്കി നമ്മൾ പശുക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം, അല്ലെങ്കിൽ പക്ഷികൾക്ക് കൊടുക്കാവുന്നതാണ്. നവധാന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും ഉണ്ടാകില്ല, കുറച്ച് മാത്രം എടുത്താൽ മതിയാകുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ഈ പൗർണമി വഴിപാടിന് ചെയ്തു നോക്കൂ. തീർച്ചയായും അടുത്ത പൗർണമി ആകുമ്പോഴേക്കും നമ്മൾ മനസ്സിൽ എന്തു കരുതിയാണോ ഇന്ന് ഈ ഷോഡശകാല സമയത്ത് വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ആ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരികയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ചെയ്തു നോക്കൂ, പരിപൂർണമായ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. ഇനി നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഓം റീം വശി വശി ധനം പണം ദിനം ദിനം എന്നുള്ള ആ മന്ത്രമോ, അല്ലെങ്കിൽ സകലവും വശി സർവവും വശി സകലരും വശി എന്നുള്ള മന്ത്രമോ നമുക്ക് തുടർച്ചയായിട്ട് 2 മണിക്കൂറും പൂജാമുറിയിൽ കയറാതെ തന്നെ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ചൊല്ലി നോക്കൂ, ദീപം തെളിയിച്ചു നോക്കൂ, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.